നമസ്തേ. മലപ്പുറത്ത് ഹിന്ദുക്കളുടെ ജീവിതം കഷ്ടമാണ് എന്ന് പറഞ്ഞ വെള്ളാപ്പള്ളിക്കെതിരെ ജിഹാദി രോഷം ഒരു രക്ഷയുമില്ലാതെയാണ് അണപൊട്ടി ഒഴുകുന്നത്. എന്തിന് നമ്മുടെ മന്ത്രി ഗണേശ് അണ്ണന് പോലും ഇരിക്കപ്പുറതിയില്ല. പുരോഗമന ആശയങ്ങൾ വിജയകരമായി നടപ്പാക്കിയ ജില്ലയാണ് മലപ്പുറം എന്നാണ് ഗണേഷ് കുമാർ അണ്ണന്റെ വാദം. അല്ല, കുറച്ചുനാൾ മുമ്പ് കേരളം ഒരു മിനി പാകിസ്ഥാനാണെന്ന ഒരു ആരോപണം ഒരു മഹാരാഷ്ട്ര മന്ത്രി പറഞ്ഞപ്പോൾ മതേതര അൽ കേരളത്തിന്റെ പ്രതിഷേധം വെറും പ്രസ്താവനകളിൽ മാത്രം ഒതുങ്ങിയത് എന്തേ? പക്ഷേ വെള്ളാപ്പള്ളി മലപ്പുറത്ത് ന്യൂനപക്ഷമായ ഹിന്ദുക്കൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞപ്പോൾ ഇവിടെ ജിഹാദികളും ജിഹാദി ഉച്ചിഷ്ടം നിന്ന് ജീവിക്കുന്ന അൽ കേരൾ ഇക്കോസിസ്റ്റവും ആകെ മൊത്തം ഇളകി. വെറും ഇളക്കമല്ല, ഒരു ഒന്നൊന്നര ഇളക്കം തന്നെയായിരുന്നു അത്. ജിഹാദി സാമ്രാജ്യത്തിന്റെ കാവൽ ഭടന്മാരായ മതേതര ഹിന്ദുക്കൾ നാണം കെട്ട് തിന്നുകൊഴുത്ത് ജീവിക്കുന്ന ഹിന്ദു പേരുള്ള ചിലരെ മുമ്പിൽ അങ്ങ് നിർത്തി ഗംഭീര മതേതരത്വം കളി അങ്ങ് തുടങ്ങി. വരൂ, ആരെങ്കിലും ഒക്കെ മുന്നിൽ വരൂ. മതേതര മലപ്പുറം ജില്ലയിൽ ഏതെങ്കിലും ഹിന്ദുക്കൾ അനുഭവിച്ച മതപീഡനം ഉണ്ടെങ്കിൽ അത് പുറത്തു പറയൂ എന്ന ലേലം വിളി മാത്രമല്ല, വെല്ലുവിളിയും ദേ ഉണ്ടായി. എല്ലാവർക്കും അറിയാവുന്ന സത്യങ്ങൾ പറയാൻ ആരും മുന്നോട്ട് എന്തുകൊണ്ട് വരുന്നില്ല എന്നതിന്റെ സത്യം ഞങ്ങൾ പറയാതെ എല്ലാവർക്കും അറിയാം. അപ്പോഴാണ് നമ്മൾ കേരളം മിനി പാകിസ്ഥാനായി എന്ന ആരോപണത്തിന്റെ സത്യം ശരിക്കും അന്വേഷിക്കേണ്ടത്. എന്തായാലും ജിഹാദികളുടെ വെല്ലുവിളി ഏറ്റെടുത്തത് ഒരു അനുഭവം പറയാമെന്ന് വെച്ചു. പറഞ്ഞാൽ ഒരു ജിഹാദിയും ഒരു ചുക്കും ചെയ്യാൻ പോകുന്നൊന്നുമില്ല. മലപ്പുറം ജില്ലയിൽ കൂട്ടിലങ്ങാടിയിൽ ഒരു കടുങ്ങോത്ത് ശിവക്ഷേത്രമുണ്ട്. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ക്ഷേത്രമാണത്. റവന്യൂ രേഖകളിൽ 116 ഏക്കർ ഭഗവാന് സ്വന്തമായുള്ള ക്ഷേത്രം. പക്ഷേ അവിടെ പൂജകൾ നിന്നിട്ട് വർഷങ്ങളേറെയായി. അതെന്താണ് പൂജ നിന്നത് അവിടെ? വേറെ കാര്യങ്ങളൊന്നുമില്ല. ക്ഷേത്രത്തിന് ചുറ്റും താമസിക്കുന്ന മുസ്ലിങ്ങൾ തീരുമാനിച്ചു മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള അവിടെ ഒരു ക്ഷേത്രം ആവശ്യമില്ല എന്ന്. ഈ കൂട്ടിലങ്ങാടി പഞ്ചായത്തിലെ 15-ാം വാർഡിൽ ഹിന്ദുക്കൾ പാകിസ്ഥാനിലെ ഹിന്ദു ജനസംഖ്യ ശതമാനത്തിനും താഴെയാണ് ഉള്ളതെന്ന് ഓർക്കണം. ആകെ നക്കാപ്പിച്ച ഹിന്ദു കുടുംബങ്ങളാണ് അവിടെയുള്ളത്. കഷ്ടിച്ച 5-10 കുടുംബങ്ങൾ, കൃത്യമായി പറഞ്ഞാൽ 12 കുടുംബങ്ങളാണ് അവിടെയുള്ളത്. എന്നാലും എങ്ങനെ മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള 5 ജീവനക്കാർ ഉണ്ടായിരുന്ന കടുങ്ങോത്ത് ശിവക്ഷേത്രത്തിൽ പൂജ നിന്നു എന്ന് നിങ്ങൾ അറിയണം. ഓപ്പറേഷൻ വളരെ സിമ്പിൾ. പൂജയ്ക്ക് പോവാൻ ശ്രമിച്ചവരുടെ കാല് വെട്ടും എന്ന ഭീഷണി ആദ്യമുണ്ടായി. പൂജയ്ക്ക് ആളെ കൊണ്ടുപോകാൻ ശ്രമിച്ച ഗോവിന്ദേട്ടന്റെ വീട്ടിൽ കയറി പശുക്കളുടെ കാല് വെട്ടി ജിഹാദികൾ. അതോടെ എല്ലാവരും പിന്മാറി. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഭൂമികൾ മുഴുവൻ ജിഹാദികൾ കയ്യേറി വീടുകളും കടകളും ഒക്കെ വെച്ചു. ക്ഷേത്രത്തിലേക്ക് കയറാൻ പോലും വഴി ഇല്ലാതെയായി. അതോടെ നേദ്യം തന്നെ ഭഗവാൻ ഇല്ലാതെ ഭഗവാൻ പട്ടിണിയിലായി. ക്ഷേത്രത്തിനു ചുറ്റും ക്ഷേത്രഭൂമി കയ്യേറി സസുഖം താമസിക്കുന്ന ഉസ്മാൻ മേലേതിൽ, അബൂബക്കർ ചിറയിൽ കൂത്ത്, ഹമീദ് കരുമത്തിൽ, അബൂബക്കർ പരുത്തിക്കുത്ത് എന്നിവർ ക്ഷേത്രത്തിലേക്ക് ആരെയും കയറ്റാതെയുമായി. മലപ്പുറം പൊന്നാനി മാറഞ്ചേരി കാഞ്ഞിരമുക്കിൽ സ്ഥിതി ചെയ്യുന്ന പത്തായിൽ മഹാദേവ ക്ഷേത്രം മൗനത്തുൽ ഇസ്ലാം സഭയുടെ പിടിയിലായിട്ട് കാലങ്ങൾ ഏറെയായി. അങ്ങനെ എത്രയോ ക്ഷേത്രങ്ങളാണ് നമ്മുടെ ഈ മലപ്പുറത്ത് മാത്രമുള്ളത്. മലപ്പുറത്തെ ഹിന്ദുക്കളുടെ കാര്യം പറഞ്ഞാൽ ചുറ്റും മുസ്ലിങ്ങൾ, പള്ളികൾ, അതിനിടെ ജിഹാദി, ടിപ്പു തകർക്കാത്ത ചില ക്ഷേത്രങ്ങൾ, ടിപ്പു തകർത്ത ക്ഷേത്രങ്ങളിൽ പലതിലും ഇന്നും ഒരു വിളക്ക് വെക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത ഹിന്ദു ജനതയും. അങ്ങനെയുള്ള എത്ര ക്ഷേത്രങ്ങളുടെ ഉദാഹരണങ്ങൾ വേണം? തൽക്കാലം ഒരെണ്ണത്തിന്റെ കൂടി കാര്യം പറയാം. തിരൂർ താലൂക്കിൽ വാണിയന്നൂർ വില്ലേജിൽ പനമ്പാടത്ത് വാണിയന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തെക്കുറിച്ചാണ്. ക്ഷേത്രം പൊളിച്ചു, നാമാവശേഷമാക്കിയെന്ന് മാത്രമല്ല, ഭഗവാന്റെ വിഗ്രഹം വെട്ടി 2ആക്കി. അതിപ്പോഴും ആ ക്ഷേത്രത്തിൽ ഉണ്ട്. ടിപ്പു പോയതിനു ശേഷം ടിപ്പുവിന്റെ പിൻതലമുറ ക്ഷേത്രത്തിനു ചുറ്റുമുള്ള ഭൂമി കയ്യേറി ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം പോലും തടഞ്ഞുവെച്ചു. ഹൈക്കോടതിയിൽ കേസ് നടത്തി ഇപ്പോൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള അനുമതി കിട്ടിയത് കാരണം അവിടെ പൂജ നടക്കുന്നുണ്ട് എന്ന് മാത്രം. ഭൂമി തിരികെ പിടിക്കാനുള്ള നിയമയുദ്ധം ഇപ്പോഴും തുടരുകയാണ്. ഇനി തിരികെ കടുങ്ങോത്ത് ക്ഷേത്രത്തിലേക്ക് തിരിച്ചെത്തിയാൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സുമാർ 50 വർഷം മുമ്പാണ് ജിഹാദികൾ പൂജ തടഞ്ഞത്. 1981 നേരത്തെ പറഞ്ഞ ഗോവിന്ദേട്ടൻ അവിടെ വീണ്ടും പൂജകൾ തുടങ്ങാൻ ശ്രമിച്ചിരുന്നു. 2 ആഴ്ച പൂജ നടന്നു എങ്കിലും അതും ജിഹാദികൾ തടഞ്ഞു. അതിന്റെ ഭാഗമായാണ് ജിഹാദികൾ ഗോവിന്ദേട്ടന്റെ വീട്ടിൽ കയറി അവിടുത്തെ പശുക്കളുടെ കാല് വെട്ടിയത്. പിന്നീട് ഹൈക്കോടതിയിൽ കേസ് കൊടുത്ത് ഹൈക്കോടതി ഇടപെടലിലൂടെ ഭക്തർ ക്ഷേത്രഭൂമിയിൽ കയറി പൂജകൾ നടത്തി തുടങ്ങി. അതിനുശേഷം മലബാർ ദേവസ്വം ബോർഡ് വീണ്ടും രംഗത്ത് വന്ന് ക്ഷേത്രഭരണം ഏറ്റെടുത്തു.
പിന്നീട് ഹൈക്കോടതി ഇടപെടലിലൂടെ ക്ഷേത്രത്തിൽ പൂജകൾ ആരംഭിച്ചു. പിന്നീട് ക്ഷേത്രത്തിലേക്ക് വഴിക്ക് വേണ്ടി കയ്യേറ്റ ഭൂമി ഏറ്റെടുത്തുകൊണ്ടുള്ള ജില്ലാ കളക്ടറുടെ ഉത്തരവും ഉണ്ടായി. ഇതെല്ലാം നടന്നത് ഹൈക്കോടതി ഇടപെടൽ കൊണ്ട് മാത്രം. ഇത്തരത്തിലുള്ള ഒട്ടേറെ വാർത്തകൾ ആരെയും പേടിയില്ലാതെ ഞങ്ങൾ ഈ ചാനലിൽ തന്നെ ഉറക്കെ വിളിച്ചു പറഞ്ഞതിന് കീഴെ വന്ന കമന്റുകൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും മലപ്പുറത്തിന്റെ ജിഹാദി വൽക്കരണത്തിന്റെ ഏകദേശ രൂപം. അതുകൊണ്ട് വെള്ളാപ്പള്ളി പറഞ്ഞ സത്യം ഉമ്മാക്കി കാണിച്ച് മറച്ചു വെക്കാമെന്നൊന്നും ഒരുത്തരും വിചാരിക്കേണ്ട. സത്യം സത്യമായി പറയാൻ ഇവിടെ ഏതൊരു പൗരനും അവകാശമുണ്ട്. മലപ്പുറം ആരുടെയും പിതാക്കന്മാരുടെ വകയല്ല. കേരളത്തിലാണ്, കേരളം ഭാരതത്തിലാണ് എന്നോർക്കണം. ഇവിടെ ജനാധിപത്യമുണ്ട്, ഭരണഘടനയുണ്ട്, നീതിന്യായ വ്യവസ്ഥകളുണ്ട്. ഇവിടെ ശരീഅത്ത് നിയമമല്ല എന്ന് നിങ്ങൾ ഓർക്കുന്നത് നല്ലതാണ്. എപ്പോഴും എന്നേക്കും ഞങ്ങൾ ഓർമ്മിപ്പിക്കാതെ സ്വയം ഓർത്താൽ എല്ലാവർക്കും നല്ലത്. ശംഭോ മഹാദേവ.